आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको, तो मतलब तिलक की जगह खिलाऊं. ഈ പരിഹാസ ചിരിയുടെ മുനയാണ് ക്വാർട്ടറിലും സെമിയിലും ഏറ്റവും ഒടുവിൽ ഫൈനലിൽ ന്യൂസിലൻഡുമായുള്ള മത്സരത്തിൽ ഉൾപ്പെടെ സഞ്ജു സാംസൺ തല്ലി തകർത്തത്. 46 പന്തിൽ 89 റണ്ണുകൾ നേടി ഇന്ത്യക്ക് സഞ്ജു നേടിക്കൊടുത്ത മൈലേജ് ചേസ് ചെയ്ത് നേടാൻ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ബാറ്റിംഗ് പിച്ചിൽ കീവീസിന് കഴിഞ്ഞില്ല. അങ്ങനെ ഹോം ഗ്രൗണ്ടിൽ ലോക കിരീടം നേടി ഇന്ത്യ വീണ്ടും ചാമ്പ്യന്മാരായി. ഇന്ത്യൻ ക്രിക്കറ്റിൽ എഴുതപ്പെടാത്ത ഒരു നിയമമുണ്ട്. ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യ മുത്തമിടുമ്പോൾ ടീമിൽ ഒരു മലയാളി സാന്നിധ്യം നിർബന്ധമാണ്. 1983 സുനിൽ വത്സൻ, 2007 ആദ്യ T20 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും ഇന്ത്യ വിജയമുദ്ര പതിപ്പിച്ചപ്പോൾ ശ്രീശാന്ത്, 2024 സൂര്യകുമാറിന്റെ ചരിത്ര ക്യാച്ചിന് സാക്ഷ്യം വഹിച്ച് സഞ്ജു സാംസൺ. പക്ഷെ 2026 അഹമ്മദാബാദിൽ കഥ മാറി. അവിടെ സഞ്ജു സാക്ഷിയായിരുന്നില്ല, ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച നായകതുല്യനായ പോരാളിയായിരുന്നു. അഭിഷേകിനെ മാറ്റണോ അതോ തിലകിനെ മാറ്റണോ എന്ന ചോദ്യങ്ങൾക്കിനി പ്രസക്തിയില്ല. കാരണം പ്ലേയിങ് 11-ൽ സഞ്ജുവിനെ തഴയാൻ ഇനി ആർക്കും കഴിയില്ല. ടീമിൽ ആദ്യം എഴുതി ചേർക്കേണ്ട പേരായി സഞ്ജു സാംസൺ എന്ന മലയാളി കരുത്ത് മാറിക്കഴിഞ്ഞു. ടാലന്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ആ ടാലന്റിനെ സ്ഥിരതയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ ലോക കിരീടവും കയ്യിലേന്തി അയാൾ നടന്നു നീങ്ങുമ്പോൾ ചരിത്രം തിരുത്തി എഴുതപ്പെടുകയായിരുന്നു. ഒടുവിൽ ആ പ്രഖ്യാപനം വന്നു. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. വിരാട് കോഹ്ലിക്കും ജസ്പ്രീത് ബുംറയ്ക്കും ശേഷം ഈ സുവർണ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ മാത്രം ഇന്ത്യൻ താരം. ലോക കിരീടവും ആ സുവർണ ട്രോഫിയും കയ്യിലേന്തി നിൽക്കുന്ന സഞ്ജുവിനെ നോക്കി ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് സഞ്ജുവിന്റെ കാലം. വിമർശിച്ചവർക്ക് പോലും ഇന്ന് കൈയടിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അയാൾ തോൽപ്പിച്ചത് എതിരാളികളെ മാത്രമല്ല, തന്നെ സംശയിച്ച ഒരു സിസ്റ്റത്തെ കൂടിയാണ്.